വെങ്കടേഷ് സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ സാമ്പത്തിക വിദഗ്ധനല്ല എന്നൊരു ഡിസ്ക്ലെയിമർ ആദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ എന്റെ വീക്ഷണത്തിൽ ഞാൻ എന്ത് കണ്ടു എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിപ്പോ തീർച്ചയായിട്ടും ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനോട് മറുപടി ചിലപ്പം തരാൻ പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ തരണം കേട്ടോ. അത് മതി. അപ്പോൾ ഇത് ഞാൻ ആദ്യം മലയാളികളോട് സംസാരിക്കുന്നത് കൊണ്ട് പൊതുവെ മലയാളികൾ ഒരു ക്രിട്ടിക്കൽ മെന്റാലിറ്റിയോട് കാര്യങ്ങൾ നോക്കുന്നത് കാരണം ഒരു ആമുഖമായിട്ട് ഒരു 2 വരി പറഞ്ഞിട്ട് ഞാൻ പറയാൻ തെറ്റിദ്ധരിക്കരുത്, എന്റെ രാഷ്ട്രീയം അതിൽ കാണരുത്. ക്ഷീരമുള്ളോരകിടിലും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ 3 കാര്യങ്ങളാണ് സർക്കാർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. 1 കൺസംഷൻ, 2 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, 3 ഫിസ്ക്കൽ പ്രൂഡൻസ്. ഇതെന്തോ ഞാൻ പറയാം, ഓരോന്നായിട്ട് തന്നെ പറയാം. കൺസംഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു ചെറിയ ഒരു ഒരു സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സാമ്പത്തിക വളർച്ചയിൽ. കഴിഞ്ഞ 2 ക്വാർട്ടറായിട്ട് സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റിയെടുക്കാനായിട്ടും ഇത് കൺസംഷനിൽ കുറച്ച് ഫോക്കസ് ചെയ്താൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. അപ്പോ കൺസംഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാം. 1, കേന്ദ്ര സർക്കാർ ചെയ്യുന്നതിന് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയും. ഇപ്പൊ 2 കാര്യങ്ങളാണ് സർക്കാരിന്റെ കയ്യിലുള്ളത്. ടു ലീവേഴ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. 1 ഇസ് ടാക്സേഷൻ ആൻഡ് അനദർ ഇസ് ഗവൺമെന്റ് സ്പെൻഡിങ്. അപ്പൊ ഇതില് ഇപ്പൊ സർക്കാർ ചെയ്തിട്ടുള്ളത് പുട്ടിങ് മണി ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ. ഒരു മധ്യവർഗത്തിന് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ ഈ പ്രാവശ്യം നല്ല രീതിയിൽ പൈസ മധ്യവർഗത്തിന്റെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആണ് ഈ ബഡ്ജറ്റിൽ. ഈ ബഡ്ജറ്റിൽ ന്യൂനതകൾ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ന്യൂനതകളുണ്ട്. പക്ഷെ ഇതിൽ മികവ് കണ്ടതിന് ശേഷം നമുക്ക് ന്യൂനതകളിലോട്ട് പോകാം എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ച. പക്ഷെ കൂടുതൽ മികവുകളാണ് ഞാൻ ഇതിൽ കാണുന്നത് ന്യൂനതയെക്കാളും എന്നുള്ളത് ഞാൻ ആമുഖമായിട്ട് തന്നെ പറഞ്ഞോട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മൊത്തം ബഡ്ജറ്റിന്റെ ആകെ ഉള്ളത് 47 ലക്ഷം കോടിയായിരുന്ന കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ നിന്നും 50 ലക്ഷം കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് അതൊരു നല്ലൊരു സർക്കാരിന്റെ സ്പെൻഡിങ് കൂടിയിട്ടുണ്ട്. പക്ഷെ ഈ എവിടെയാണ് നമ്മൾ ഈ പൈസ ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് പൈസ വരുന്നതെന്ന് നമ്മൾ നോക്കുക. അപ്പോ ഒരു നല്ല കാര്യം എന്ന് വെച്ചാല് ഈ 12 ലക്ഷം വരെ ഉള്ളത് ടാക്സ് കൊടുക്കണ്ട എന്ന ഒരു തീരുമാനം എടുത്തതിൽ സർക്കാരിന് നഷ്ടമാകുന്നത് 1 ലക്ഷം കോടി രൂപയുടെ പ്രത്യക്ഷ നികുതി വരുമാനമാണ് സർക്കാരിന് നഷ്ടമാകാൻ പോകുന്നത്. എന്നാൽ സർക്കാരിന്റെ പ്രൊജക്ഷൻ പ്രകാരം ഈ 1 ലക്ഷം കോടി നഷ്ടമായതിന് ശേഷവും 3 ലക്ഷം കോടി കൂടുതൽ നികുതി വരുമാനം ആണ് സർക്കാർ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രൊജക്റ്റഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ലക്ഷം കോടി നമുക്ക് മിഡിൽ ക്ലാസിന്റെ കയ്യിൽ എത്തിച്ചതിന് ശേഷം 3 ലക്ഷം കോടി കൂടുതൽ ടാക്സ് സർക്കാർ കളക്ട് ചെയ്യാം എന്നുള്ള ധൈര്യമുണ്ട്. അതൊരു പോസിറ്റീവ് ഇതാണ്. അപ്പോൾ അതൊരു നല്ലൊരു സൂചനയാണ്. അപ്പൊ മൊത്തം ബഡ്ജറ്റില് നമുക്ക് 15 ലക്ഷം കോടിയോളമാണ്, 50 ലക്ഷം കോടി വരുന്ന സർക്കാരിന്റെ എക്സ്പെൻഡിച്ചറിൽ 15 ലക്ഷം കോടിയാണ് നമ്മൾ ബോറോയിങ് ആയിട്ട് ചെയ്യുന്നത്. അതിൽ 11.5 ലക്ഷം കോടി മാർക്കറ്റിൽ നിന്നും അവര് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത് ബോറോ ചെയ്യാൻ പോകുന്നു. ബാക്കി 4 ലക്ഷം കോടി നമ്മൾ സ്മോൾ സേവിങ്സ്, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് പോലുള്ള കാര്യങ്ങളിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്നുണ്ട്. അപ്പോ ഇതൊരു 2 ആംഗിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കൺസംഷൻ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ നമ്മുടെ ഈ പൈസ എവിടെയാണ് ചെലവഴിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 11 ലക്ഷം കോടിയോളം നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് നമ്മൾ ചെലവഴിക്കുന്നത്. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സർക്കാരിന് 2 വിധത്തിലുള്ള ചെലവുകളുണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈനംദിന ചെലവുകൾ നടത്തിക്കൊണ്ടു പോകുന്നതിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് സർക്കാരിന് വരുമാനം കൂട്ടാനുള്ള ഒന്നും കിട്ടത്തില്ല. അത് ഒന്ന്. രണ്ടാമത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ സർക്കാർ ആസ്തികളിൽ നിക്ഷേപിക്കുന്നു, അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? നമ്മൾ റോഡ്, റെയിൽവേസ്, അതുപോലെ തന്നെ എനി കൈൻഡ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ഡാംസ്, ഇതുപോലുള്ളതിൽ ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യവും
സർക്കാരിന്റെ മാർക്കറ്റ് ബോറോയിങ് ആയ 11 ലക്ഷം കോടി, ഏകദേശം അത്രയും എമൗണ്ട് തന്നെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ചെയ്യുന്നത്. അപ്പോ അതൊരു നല്ലൊരു ഒരു വലിയൊരു പോസിറ്റീവ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ച് കൂടുതലുണ്ട്. എന്നാൽ എന്ത് കടമെടുക്കുന്നതിന്റെ എല്ലാം എത്ര കടമെടുക്കും, 15 ലക്ഷം കോടിയാണ് കടമെടുക്കുന്നത്, അതിന്റെ ഭൂരിഭാഗവും നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 11 ലക്ഷം കോടി രൂപയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമതൊരു കാര്യം ഈ ബഡ്ജറ്റിൽ ഫിസ്ക്കൽ പ്രൂഡൻസ്. നമ്മൾ എങ്ങനെയാണ് പൈസ ചെലവഴിക്കുന്നത്, കടം എത്രയാണ് എടുക്കുന്നത്, ഇതിനാണ് പ്രൂഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഫിസ്ക്കൽ പ്രൂഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പെർസെന്റേജ് ഓഫ് ഡെഫിസിറ്റ് കുറച്ചു കൊണ്ടുവരാൻ നല്ല ശ്രമം നടത്തുന്നുണ്ട്. നമ്മുടെ GDP-യുടെ 4.4 മുതൽ 4.6% വരെ മാത്രമായിരിക്കും നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് സർക്കാരിന്റെ കണക്ക് പ്രകാരം. അപ്പോ ആകെ മൊത്തത്തിൽ ഇതൊരു പോസിറ്റീവ് ബഡ്ജറ്റായിട്ട് തന്നെ കണക്കാക്കാം. എന്നാൽ രാഷ്ട്രീയമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു രാഷ്ട്രീയ കണ്ണാടിയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ചില സംസ്ഥാനങ്ങൾക്ക് കുറച്ച് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടോ എന്ന് ആദ്യം സംശയിച്ചു പോകും. അത് ബീഹാറിന് കുറച്ച് കൂടുതൽ, ബീഹാറിനും ആന്ധ്രയ്ക്കും കൂടുതൽ അലൊക്കേഷൻ പോയതായിട്ട് പൊതുവെ അത് അങ്ങനെ കാണുന്നത് തെറ്റായിട്ടും പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കൂടുതൽ പോയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അത് കുറച്ച് ഏത് സമയത്തും ഏത് ഡെമോക്രസിയിൽ ഒരു സർക്കാർ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചില കോംപ്രമൈസുകൾ ഏതൊരു സർക്കാരിനും നടത്തേണ്ടി വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായി ആണ് ഇതും എന്ന് തന്നെ ഞാൻ വീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പലരും പറയുന്നത് കേരളത്തിന് പൈസ കിട്ടിയിട്ടില്ല, ചോദിച്ച പൈസ കൊടുത്തിട്ടില്ല എന്നൊക്കെ പല വിമർശനങ്ങൾ വരുന്നുണ്ട്. കേരളം ഒരു 24,000 കോടിയോ എന്തോ മറ്റോ അഡീഷണൽ ആയിട്ട് എന്തോ ചോദിച്ചു, അത് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതിൽ കേരളത്തിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. 1.5 ലക്ഷം കോടി രൂപ വായ്പയായിട്ട്, പലിശ രഹിത വായ്പയായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റേറ്റ്സിന് സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോ അത് കേരളത്തിനെ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും, ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യം, എന്തുകൊണ്ട് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു എന്ന് വെച്ചാൽ അവിടെ വികസനം വലിയ തോതിൽ എത്തിയിട്ടില്ല. എഡ്യൂക്കേഷനലി, ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും വർഷമായിട്ടും കുറച്ച് പിറകിലാണ് എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ കേരളത്തിനെ പോലുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. പക്ഷേ നമ്മളെ പോലുള്ള സംസ്ഥാനങ്ങൾ പുരോഗമനം നേടിയത് അതിന് ഒരു എന്തെങ്കിലും ഒരു അപ്രിസിയേഷൻ ആയിട്ട് കുറച്ച് ഫണ്ട്സ് ഫിനാൻസ് കമ്മീഷൻ അലോക്കേറ്റ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടിയെ വീണ്ടും കുറച്ചെങ്കിലും മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്റെയും ഒരു അഭിപ്രായം. പക്ഷെ അത് ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. എസ്പെഷ്യലി ടാക്സ് ഡെവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. മൊത്തം കളക്ട് ചെയ്യുന്ന ടാക്സിൽ അത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിനെയാണ് ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. അതില് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ആൻഡ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞ രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. ഈ വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം കേന്ദ്ര സർക്കാർ കളക്ട് ചെയ്യുന്ന ടാക്സിന്റെ എത്ര ശതമാനമാണ് സംസ്ഥാനങ്ങൾക്ക് മൊത്തമായിട്ട് കൊടുക്കേണ്ടത്. 100 രൂപ കളക്ട് ചെയ്താൽ ഇപ്പോ വെർട്ടിക്കൽ ഡെവല്യൂഷൻ അറൌണ്ട് 40 or 42% ആണ്. അതിനുശേഷം വരുന്നതാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ, ഓരോ സംസ്ഥാനത്തിനും എത്ര കിട്ടുന്നു എന്നുള്ളത്. അതിലാണ് നമുക്കിപ്പോ പ്രശ്നമുള്ളത്. നമ്മളെ പോലുള്ള കേരളത്തിനെ പോലുള്ള പല ഫാക്ടേഴ്സിലും വികസിച്ച സംസ്ഥാനങ്ങൾക്ക് അധികം അലോക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. അത് ഫിനാൻസ് കമ്മീഷന് മാത്രമേ അത് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ കയ്യിലല്ല, ഫിനാൻസ് കമ്മീഷൻ തീരുമാനിക്കണം. അവര് കൊടുക്കുന്ന റേഷ്യോയിലാണ് ഈ പൈസയൊക്കെ താഴോട്ട് വരുന്നത്. പക്ഷേ ഓവറോൾ നല്ലൊരു ബഡ്ജറ്റ് ആണ്. ഇത് എന്റെ ഒരു 50-60 പവർ പോയിന്റ് സ്ലൈഡുള്ള പ്രസന്റേഷൻ കയ്യിലുണ്ട്. അതൊക്കെ ദീർഘമായിട്ട് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സോ ഞാൻ ഓവറോൾ ആയിട്ട് ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. നല്ലൊരു ബഡ്ജറ്റ് ആണിത്. കൺസംഷൻ, കാപ്പെക്സ്, അതുപോലെ തന്നെ ഫിസ്ക്കൽ പ്രൂഡൻസ്, ഇത് മൂന്നുമാണ് സർക്കാർ നോക്കിയത്. നല്ല ഇത് ഒരു വികസന അനുകൂലമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആണ് എന്നാണ് എന്റെ ഒരു ഇത്. മിഡിൽ ക്ലാസ്സിന് ഒന്നും കിട്ടിയില്ല എന്നൊരു 10 വർഷമായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്രാവശ്യം അത് കൊടുത്തു. പൊതുവെ NDA സർക്കാർ മിഡിൽ ക്ലാസ്സിനെ ഇഗ്നോർ ചെയ്തു. ഞാൻ അത് എഗ്രി ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല മിഡിൽ ക്ലാസ്സിന്. അത് ഇപ്രാവശ്യം കൊടുത്തു.
അതുപോലെ തന്നെ പല ഓരോ മേഖലകൾ തിരിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല മേഖലകൾക്കും ഇത് പോസിറ്റീവാണ്. കൺസംഷൻ എന്തായാലും വർദ്ധിക്കും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കടമെടുക്കുന്നതും ചെലവഴിക്കുന്നതിലും കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അങ്ങനെ ഇത് നമുക്ക് പോസിറ്റീവായിട്ട് വരും. ഒരു ഏരിയ ഗവൺമെന്റ് ഹാസ് ടു അഡ്രസ് ഇതില് ജോബ് ക്രിയേഷൻ ആണ്. അത് എന്തായാലും അത് ജോബ് ഇല്ലാതെ വികസനം മാത്രം വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അത് കുറച്ചുകൂടെ അഡ്രസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ അതിലും സർക്കാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എത്രത്തോളം എഫക്റ്റീവായിട്ട് അത് ഇംപ്ലിമെന്റേഷൻ ആകും, സ്കിൽ ഡെവലപ്മെന്റും അലൊക്കേഷൻ ടുവേർഡ്സ് ഡീപ് ടെക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷെ നെറ്റ് ടു നെറ്റ് നല്ലൊരു ബഡ്ജറ്റാണ്. അവരവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ നിന്നും അവരവർക്ക് കാണാം ഇത്. ഞാനിത് എന്റെ എന്റെ അറിവിൽ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. ഇത് രാഷ്ട്രീയം കാണുന്നവർക്ക് രാഷ്ട്രീയം കാണാം, തീർച്ചയായിട്ടും കാണാം. എനിക്ക് അറിയുന്നിടത്തോളം ചോദ്യങ്ങൾ വന്നാൽ അതിനനുസരിച്ച് ഞാൻ ഇതിന് ഉത്തരവും തരാം. താങ്ക് യു. തീർച്ചയായിട്ടും വളരെ ഗഹനമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നടത്തിയത്. കാരണം നമ്മളെപ്പോഴും പറയാറുള്ളത്, നമ്മൾ 10, 25, 30 വർഷമായിട്ട് ഏത് ബഡ്ജറ്റ്, പണ്ടൊക്കെ പിന്നെ 2 ബഡ്ജറ്റാണ്, കേന്ദ്രത്തിൽ നിന്നും ഒരു റെയിൽവേ ബഡ്ജറ്റും ഒരു ധനകാര്യ ബഡ്ജറ്റും ഉണ്ടാകും. ഈ 2 ബഡ്ജറ്റ് വരുമ്പോഴും കേരളത്തിൽ നിന്നും ഉണ്ടാകുന്ന അതേ പരിദേവന ഒരിക്കലെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കേരളത്തെ അവഗണിച്ചിട്ടില്ല എന്ന്? കഴിഞ്ഞ 40 വർഷമായിട്ടൊക്കെ അല്ല 30-35 വർഷമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു പതിവാണ് എല്ലാ പ്രാവശ്യവും കേരളത്തെ അവഗണിച്ചു എന്ന് പറയുന്ന ഒരു വാക്ക്. അതേ വാക്കിന്റെ ആവർത്തനം മാത്രമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്, ഒരു പരമാർത്ഥമാണ്. പിന്നെ ഇതിനകത്ത് കോമൺ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്പം സംസ്ഥാനങ്ങൾക്ക് പലർക്കും കൊടുത്ത്, ബീഹാറിന് കൊടുത്തു, ബീഹാറിൽ അവർ അത് പൊളിറ്റിക്കലി തന്നെ കൊടുത്തതാണ്. പക്ഷെ ആന്ധ്രയ്ക്കൊന്നും കൊടുത്തിട്ടുമില്ല. അതിനിപ്പം ചന്ദ്രബാബു നായിഡു എന്താ ചെയ്യാൻ പോകുന്നത് മുൻപോട്ട് പറയേണ്ടി വരും. പക്ഷെങ്കിൽ ഇതിലൊക്കെ ഉപരിയായിട്ട് കോമൺലി വന്നിട്ടൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ജനപ്രിയ ബഡ്ജറ്റിനോടൊപ്പം തന്നെ വെങ്കടേഷ് സാർ പറഞ്ഞതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മധ്യവർഗത്തിനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തെറ്റ് തന്നെയായിരുന്നു. കാരണം 2014 മോദി സർക്കാർ വരുന്ന സമയത്ത് 2 ലക്ഷം രൂപ വരെ ആയിരുന്നു മറ്റേ ടാക്സിന് എക്സംഷൻ ഉണ്ടായിരുന്നത്. അത് 2 ലക്ഷം എന്നുള്ള 3, 3, 4, 5, 6, 7 ലക്ഷം രൂപ വരെയാക്കി 2024 അപ്പോൾ നമ്മൾ 2025 ഒരു 10 ലക്ഷം രൂപ വരെ ആക്കും എന്ന് മധ്യവർഗത്തിന് നല്ല ഇതുണ്ടാകും എന്നൊക്കെ പറഞ്ഞൊരു റൂമറുകളൊക്കെ ആയിരുന്നു എല്ലാവരും സാമ്പത്തിക വിദഗ്ധർ തന്നെ പറഞ്ഞത്. അവരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് 12 ലക്ഷം രൂപയുടെ ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ മണി ഫ്ലക്ച്വേഷൻസ് ഗ്രൗണ്ടിലേക്ക് എത്തും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതും സത്യമാണ്. അതുപോലെ തന്നെ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് 36ഓളം മരുന്നുകൾക്ക് ടാക്സ് എക്സംഷൻ വന്നിരിക്കുന്നു. ഇന്ത്യയിലെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും ആരോഗ്യ കേന്ദ്രങ്ങളും ക്യാൻസറിന് ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കും എന്നുള്ള കാര്യം, അതൊക്കെ വളരെ ആശാവകമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതൊന്നും പോരാ. ഈ ആരോഗ്യ രംഗത്ത് കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും, ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യം സംരക്ഷിക്കാൻ സ്റ്റേറ്റ് കടമയാണ്. സ്റ്റേറ്റ് മീൻസ് ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്, അതിലെത്തി നിൽക്കണം എന്നുള്ളതാണ്. അതിനകത്ത് കുറേ അന്നയോജന എന്തൊക്കെ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് എന്നൊക്കെ പറഞ്ഞ പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ എല്ലാവർക്കും ഇല്ലായിരുന്നു. അത് ഒരു മീഡിയം ലെവലിലും താഴെ, അതായത് ബിലോ പോവർട്ടി ലെവലിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണക്കാർക്ക് അത് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. പക്ഷേ 70 വയസ്സ് കഴിഞ്ഞവർക്ക്, പ്രായമായിട്ടുള്ളവർക്ക് അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. അതൊക്കെ ഒരു വിപ്ലവകരമായ തീരുമാനങ്ങളായിരുന്നു, ആണ് NDA സർക്കാരിൽ നിന്നും വന്നിരുന്നുള്ളതും സത്യമാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ മിഡിൽ ക്ലാസ്സിൽ താഴെ നിൽക്കുന്നത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആളുകളുണ്ട്. 15,000 രൂപ മുതൽ 20,000 രൂപ വരെ മാത്രം മാസവരുമാനമുള്ള ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. ഒരു 50%-ലധികം ആളുകൾ അത്തരത്തിലുള്ളതിനാണ്. അവർക്ക് ചില പരിഗണനകൾ, കൂടിയ പരിഗണനകൾ നൽകാൻ വേണ്ടി സ്പെഷ്യൽ പാക്കേജുകൾ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു പോരായ്മയായിട്ട് ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഞാനൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും അത് വ്യക്തമായിട്ടൊന്ന് കൊടുക്കണം. പിന്നെ രണ്ടാമത് നമ്മുടെ ഈ തൊഴിൽ ഉറപ്പ് പദ്ധതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കാര്യം തുടങ്ങി വെച്ചത് മൻമോഹൻ സിംഗ് ആണെങ്കിൽ തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ കാലത്ത്, മോഡിയുടെ കാലത്ത് 200 രൂപയിൽ നിന്ന് വേണ്ട 375 രൂപ വരെ, അതായത് ഏകദേശം ഇരട്ടിയോളമാക്കി തുക വർദ്ധിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എങ്കിൽ തന്നെ അതുപോലെ 200 തൊഴിൽ ദിവസങ്ങൾ വരെ എത്തിച്ചു നിർത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിന് ഇത്തവണ കുറച്ചുകൂടെയൊക്കെ പരിഗണന കൊടുത്ത് കുറച്ച് ഫണ്ടിങ് ഒന്നും കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല. അതൊരു എനിക്ക് തോന്നിയിരിക്കുന്ന കാരണങ്ങളാട്ടോ. ഞാനിത് പത്രങ്ങളിൽ കണ്ടില്ല, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നിയ കാര്യങ്ങളൊന്ന് പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഡയറക്റ്റായിട്ട്
പാവപ്പെട്ടവർക്ക് ഡയറക്റ്റ് ഇമ്പാക്ട് ചെയ്യുന്ന എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ വെങ്കടേഷ് സാറേ? അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുക. അതാണ് എൻ്റെ ഒരു സംശയം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. അതായത് ആര് ബഡ്ജറ്റ് അവതരിപ്പിച്ചാലും അതിനെ എതിർക്കാനായിട്ട് ഒരു വിഭാഗം ഉണ്ടാവും, അത് ഏത് പാർട്ടിക്കാർ ചെയ്താലും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത്, ഇപ്പൊ വെങ്കടേഷ് സാർ പറഞ്ഞതെന്ന് എനിക്ക് കൂടുതലായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നിയത്, മിഡിൽ ക്ലാസ്സിന് വർഷങ്ങളായിട്ട് ഒരു ആനുകൂല്യങ്ങളോ അധികം കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. അത് ഇത്തവണ ചെയ്തു എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് തന്നെ GST പലതും വഴി അതിന്റെ ഇരട്ടിയോളം പൈസ സർക്കാരിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞില്ലേ? അത് ഭയങ്കര ഒരു മാജിക് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് ചെലവഴിച്ചു, ആ കയ്യിലുള്ള മുഴുവൻ തീർന്നു. അങ്ങനെയല്ല, നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് സൊസൈറ്റിയിലേക്ക് മണി പമ്പ് ചെയ്യുമ്പോൾ സൊസൈറ്റിയിൽ ആകെ ബിസിനസ്സുകാർക്കും കച്ചവടക്കാർക്കും എല്ലാവർക്കും ഒരു ഉണർവ് വരുന്നു. കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും വളരുന്നു. അപ്പോൾ കൂടുതൽ ബിസിനസ് ഉണ്ടാകുന്ന കുറെ പേർക്ക് തൊഴിൽ കിട്ടുന്നു. ഇതിന്റെയൊക്കെ GST വരുമാനത്തിൽ നിന്ന് സർക്കാരിന് അത് തിരിച്ചും കിട്ടുന്നു. അത് ഭയങ്കര ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ശക്തി എന്തോ പറയുന്നു. വെങ്കടേഷ് സാറേ, ഇതിനകത്തൊരു സ്ട്രക്ചറൽ മിസ്റ്റേക്ക് ഞാൻ കാണുന്നുണ്ടല്ലോ ഈ ടാക്സ് പ്രപ്പോസലിൽ. കാരണം ഇവർ ടാക്സ് സ്ലാബ്സ് മാറ്റിയിട്ടില്ല, വിച്ച് മീൻസ് ശക്തി കേൾക്കുന്നില്ല, മ്യൂട്ടിലാണ്. അയ്യോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഒന്ന് കൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയാം. കേൾക്കുന്നില്ല, ഒന്നുകൂടെ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. അല്ല, ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു സ്ട്രക്ചറൽ മിസ്റ്റേക്ക് ഉണ്ടോന്ന് എനിക്കൊരു... ഹലോ, ഞാനൊന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു കയറാം. ശക്തിക്ക് എന്തോ അവിടെ നെറ്റ്വർക്കിന്റെ ഇപ്പൊ പറഞ്ഞോളൂ. വയനാട് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചെങ്കിലോ 10 പൈസ വയനാട് ദേശീയ ദുരന്തം അല്ലല്ലോ. ദേശീയ ദുരന്തം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? അതിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയാവോ? ഒന്ന് വ്യക്തമാക്കി തരാമോ? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ദേശീയ ദുരന്തം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു എയിംസ് കുറെ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ്. ഇതുവരെ എയിംസിന് വേണ്ടി കഴിഞ്ഞ 3-4 പ്രാവശ്യമായിട്ട് ഫണ്ട് അനുവദിച്ചിട്ട് സ്ഥലം കണ്ടെത്താൻ വേണ്ടി സാധിക്കാതെ ഇവിടെ കിടന്ന് മത്സരിച്ച് നടന്ന ആളുകൾക്ക് ഇനി എയിംസ് എവിടെ കൊണ്ട് കൊടുക്കാനാണ്? എയിംസ് എന്നുള്ള ഒരു കാര്യം ഞാൻ പറയാം മനോരേട്ട. നമ്മളെ ഇവിടെ ഒന്ന് 8-9 മന്ത്രിമാരും 18 ഭരണപക്ഷ MP-മാരും ഇരുന്നപ്പോ ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. നമ്മുടെ MP-മാരുടെ കഴിവ് കേട് എന്ന് തന്നെ ഞാൻ പറയും. ഇത് ഇവിടെ 2009-നും 2014-നും ഇടയ്ക്ക് 17 MP-മാരും എന്തോ 8-9 മിനിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്. എന്താണ് ഇവർ നേടിത്തന്നിട്ടുള്ളത്? 20 MP-മാരും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്ത സർക്കാരാണ്. 20 MP-മാരും അന്ന് എത്ര എയിംസ് വന്നു, അന്ന് എത്ര റെയിൽവേ വികസിച്ചു, അന്ന് എത്ര കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 5000-ത്തിലധികം കോടി രൂപയുടെ റെയിൽവേ വികസനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സർവകാല റെക്കോർഡാണ്. കേരളത്തിൽ എന്തെങ്കിലും ഇന്നേ വരെ നൽകിയിട്ടുള്ള ഒരു ഫണ്ട് അങ്ങനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുന്നതിനെ കുറിച്ച് മിണ്ടാതിരിക്കുകയും കേരളത്തിന് തന്നിട്ടില്ല, എയിംസ് തന്നിട്ടില്ല, ഞങ്ങൾക്ക് അത് തന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഇത് ചോദിക്കാനുള്ള അവകാശം എന്താണുള്ളത്? നമ്മൾ എയിംസ് തരണമെന്ന് പറഞ്ഞ സമയത്ത് എയിംസിൽ ഗവൺമെന്റ് പറഞ്ഞതാണ്, കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കൃത്യമായ രീതിയിൽ എയിംസിന് വേണ്ട സ്ഥലം കണ്ടെത്തി കൊടുക്കുക, അതിനുള്ള സർവേ നടത്തി കൊടുക്കുക. നമ്മളെ കടിപിടി കൂട്ടി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഇത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിന് അധികം നമുക്ക് നമ്മൾ ഇവിടുന്ന് ജയിപ്പിച്ച് വിടുന്നവർ അവിടുത്തെ സംസാരിക്കണം. ഇവിടുന്ന് സംസാരിക്കാൻ കഴിവുള്ളവർ എത്ര പേര് പോകുന്നുണ്ട്? അവിടെ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കണം, പഠിച്ച് അവതരിപ്പിക്കണം. ഞാൻ അതിൽ ഏറ്റവും മികവ് കാണുന്നത്, ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, NK പ്രേമചന്ദ്രനെ പോലുള്ള കൂടുതൽ ആൾക്കാർ കേരളത്തിൽ നിന്നും ഡൽഹിയിലോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, ഇതിപ്പോ കോയമ്പത്തൂർ കഴിയുമ്പോ വായ പൊത്തി എല്ലാവരും MP-മാര്. എന്നിട്ട് പിന്നെ നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് കിട്ടിയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഇത്രയും മിനിസ്റ്റേഴ്സ് ഉള്ള സമയത്ത് KV തോമസ് ഭക്ഷ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് കേരളത്തിൽ നിന്ന് പോയിട്ട് ഞങ്ങൾക്ക് ഇത്തിരി ഗോതമ്പ് കിട്ടണമെന്നോ മണ്ണെണ്ണ കിട്ടണമെന്നോ എന്തോ പറഞ്ഞപ്പോ അയാൾ എടുത്ത വഴിക്ക് മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ കേരളത്തിന്റെ മാത്രം മന്ത്രിയല്ല, ഞാൻ ഇന്ത്യ രാജ്യത്തിന്റെ മന്ത്രിയാണ്. അത് കാരണം
നോക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് തരാൻ പറ്റില്ല. ഈ എറണാകുളത്ത് നിന്ന് വോട്ട് മേടിച്ചു പോയ കക്ഷി അറ്റ്ലീസ്റ്റ് സംസാരത്തിലെങ്കിലും ഒരു മാന്യത, അതേപോലെ തന്നെ കെ ആന്റണി, പേര് പറയുന്നത് ബുദ്ധിമുട്ടാണ്, റെയിൽവേ